തമിഴ്നാട്ടിൽ ഒഴിവു വന്ന ഏക രാജ്യസഭാ സീറ്റ് സഖ്യകക്ഷിയായ കോൺഗ്രസിന് വിട്ടു നൽകി മുഖ്യമന്ത്രി വിജയ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസുമായുള്ള സഖ്യം കൂടുതൽ സുദൃഢമാക്കാനുള്ള നിർണായക രാഷ്ട്രീയ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത TVK സർക്കാരിന്റെ നിലനിൽപ്പ് കോൺഗ്രസിന്റെ 5 MLA-മാരുടെ പിന്തുണയിലാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിന് വലിയ ആശ്വാസമാകുന്ന പുതിയ തീരുമാനം. കോൺഗ്രസ് നേതാവും തമിഴ്നാടിന്റെ ചുമതലയുമുള്ള ഗിരീഷ് ചോദങ്കർ മുഖ്യമന്ത്രി വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തിയ TVK കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രവീൺ ചക്രവർത്തി കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. AIADMK നേതാവ് CV ഷൺമുഖം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് MP സ്ഥാനം രാജിവെച്ചതോടെയാണ് രാജ്യസഭയിൽ ഈ ഒഴിവ് വന്നത്. മുഖ്യമന്ത്രി വിജയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് നേതൃത്വം ഇതൊരു മാതൃകാപരമായ രാഷ്ട്രീയ നീക്കമാണെന്ന് പ്രതികരിച്ചു. BJPയെ നേരിടാൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ശബ്ദം കൂടുതൽ ശക്തമാക്കാൻ ഈ അധിക സീറ്റ് സഹായിക്കുമെന്ന് കോൺഗ്രസ് MP ജ്യോതിമണി വ്യക്തമാക്കി. DMKയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് TVKയ്ക്കൊപ്പം ചേർന്നതോടെ പാർലമെന്റിൽ അംഗബലം കുറഞ്ഞ കോൺഗ്രസിന് ഈ രാജ്യസഭാ സീറ്റ് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. മാത്രമല്ല, തമിഴ്നാടിന് പുറമെ കേരളത്തിലും പുതുച്ചേരിയിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനും ഇത് വഴിയൊരുക്കും. അതേസമയം രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയ മുഖ്യമന്ത്രി വിജയുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി DMK രംഗത്തെത്തി. പാർലമെന്റിൽ BJPയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് TVK ഈ സീറ്റ് കോൺഗ്രസിന് നൽകിയതെന്ന് BJPയെ എതിർക്കാനുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം TVK കോൺഗ്രസിന് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നും DMK വക്താവ് A. ശരവൺ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ TVK നേതൃത്വം തള്ളിക്കളഞ്ഞു. BJPയെ ഭയന്നിട്ടല്ലെന്നും സഖ്യധർമ്മം പാലിക്കാനും കോൺഗ്രസുമായുള്ള ബന്ധം ദൃഢമാക്കാനുമാണ് ഈ തീരുമാനമെന്നും മുതിർന്ന TVK നേതാക്കൾ വ്യക്തമാക്കി. ഒരു MPയെ വെച്ച് ഞങ്ങൾ പാർലമെന്റിൽ എന്ത് ചെയ്യാനാണ് എന്നാണ് TVK നേതൃത്വത്തിന്റെ മറുചോദ്യം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.